ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു മിനി വ്ളോഗല്ല, കുറച്ച് വലിയ വ്ളോഗാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം രാവിലെ തന്നെ ചായ കുടിക്കാനാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വരെ പോകാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ്. അപ്പം രാവിലെ തന്നെ വേഗം ചായ കുടിച്ചു. ഞങ്ങൾ വേറെ എവിടേക്കുമല്ല പോകുന്നത്, വയനാട് റിസോർട്ട് വൈത്തിരി റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. വഴിയെല്ലാം കാണാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതെനിക്ക് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും യൂസ് ചെയ്തൊക്കെ. വാട്ടിക എന്നാണ് അതിൻ്റെ പേരിട്ട് വരുന്നത്. നിങ്ങളെല്ലാവരും നല്ല സ്മെല്ലുമാണ്, നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും കേട്ടോ നമ്മുടെ ഹെയർ. ഞാൻ എന്നും ഡെയിലി ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ, കുളിച്ച് കഴിഞ്ഞാലും. അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ അപ്പോൾ റെഡി ആവുകയാണ്. അപ്പം ആദ്യം തന്നെ എൻ്റെ ബാഗിൽ വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് വെക്കുകയാണ്. കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ ഈ ഒരു വൈറ്റ് ബാഗാണ് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ ഈ ഒരു പെൻ ഐലൈനറും പിന്നെ എന്താ പറയുക ലിപ്സ്റ്റിക്കും മസ്റ്റാണ്. പിന്നെ 2 ഐലൈനർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഡബ്ബർ പോലത്തെ ഇതുണ്ടല്ലോ, അത് ഞാൻ വെറുതെ എടുത്തതാണ്, വെറുതെ ഒരു ഷോക്ക് എടുത്തതാണ്, ആവശ്യം വന്നിട്ടില്ല. അപ്പം എന്താ പറയുക, അത് ഇത്രയും ഞാൻ ബാഗിലെടുത്തുള്ളൂ. പിന്നെ ഒരു പൗഡറും ചീർപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഒരു 2 മണി 3 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ നമ്മുടെ യാത്ര തുടർന്നു. അപ്പം ഞങ്ങളുടെ വയനാട്ടിലൊക്കെ എത്തിട്ടോ. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയേരം. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുള്ളത് ടീൻസാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലേക്കാണ്. ഒരു വലിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അധികം ആക്ടിവിറ്റീസിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താ പറയുക, ഒരുപാട് പാത്രങ്ങളുടെ ഷോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ഹൊററിൻ്റെ ഒരു ഗുഹ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം ഷോക്കായിപ്പോയി, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത് പുറത്തോട്ടുള്ള ഒരു വഴിയാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പം പിന്നെ ഞങ്ങളൊരു ഹൊററിൻ്റെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ അനിയത്തിയും. പിന്നെ അത് കണ്ട് ഇറങ്ങി. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കുകയാണ്. അപ്പം എന്താ പറയുക, ഒരുപാട് ബാഗിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ ഒരു ബാസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന അതൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചോക്കോബാറൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓറിയോൻ്റെ ചോക്കോബാറൊക്കെ മേടിച്ച് കഴിച്ചു. കഴിക്കൽ പിന്നെ നമുക്ക് മസ്റ്റാണല്ലോ എവിടെ പോയാലും. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ചിക്കു ഷേക്ക് മേടിച്ച് കുടിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല തണുത്തിട്ട് നമ്മുടെ തൊണ്ടയും കൂടെ ഇറങ്ങൂല, ഒരു തണുപ്പാണ്. പിന്നെ എന്താ പറയുക, ഞങ്ങൾ കുറേ നേരമായിട്ടും ഇങ്ങോട്ട് നടന്നു. പിന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മഗ്‌രിബ് ബാങ്ക്. അപ്പോൾ ഞങ്ങൾ മഗ്‌രിബും ഇശാവും നിസ്കരിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ തന്നെ നല്ല വൃത്തിയുള്ള നിസ്കാര റൂം, പ്രെയർ ഹോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നിസ്കരിച്ച് പിന്നെ പുറത്ത് ഇറങ്ങിയപ്പോൾ ഗൈസ്, ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റുന്നില്ല, അമ്മാതിരി കോടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഒരു മസ്റ്റാണ്, അത്രക്കും അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് പിന്നെ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഞങ്ങൾക്ക് കുറേ പേപ്പറും ഇതൊക്കെ കാർഡൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതിൻ്റെ ഈ കൗണ്ടർ തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഒരു ആവറേജ് സ്റ്റൈലാണ് ഈ റിസോർട്ടുള്ളത്. അപ്പം ഒരു ഡൈനിങ് ഹാളുണ്ട്. പിന്നെ ഞങ്ങളിത് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പം പിന്നെ റൂം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്. കുറച്ച് വലിയ ബെഡാണ്, പക്ഷേ കണ്ടാൽ വലിയ ബെഡാണെന്ന് തോന്നും. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ അത്ര വലിയ ബെഡൊന്നുമല്ല. അപ്പോൾ ഞങ്ങളിതാ പിന്നെ അവിടെ തന്നെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ പുറത്തൊക്കെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് കാണാണ്. അപ്പം ബാൽക്കണിയൊക്കെ നല്ല രസമാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങാനേ കഴിയില്ല, അമ്മാതിരി തണുപ്പായിരുന്നു. അപ്പം എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളെന്തായാലും ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് വന്ന് നോക്കുക, അടിപൊളിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചായ ഉണ്ടാക്കാനും അതൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ പിന്നെ ഇപ്പോൾ കുടിക്കേണ്ട വിചാരിച്ചു, രാവിലെ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു വന്നിട്ടുള്ളത്. അവിടെ കണ്ട ഗൈസ്, ഈ കോടമഞ്ഞൊക്കെ ഇങ്ങനെ പാറുകയാണ്, അമ്മാതിരി തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി. അവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്
എന്താ പറയുക, നല്ല സെറ്റപ്പൊക്കെ ഉള്ള ഹോട്ടലാട്ടോ, റെസ്റ്റോറൻ്റാണ്. അപ്പം അവിടുന്ന് ഞങ്ങൾ കൊത്തു പൊറോട്ടയും പിന്നെ അൽഫാമും പിന്നെ സലാഡും സോസും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും വയറ് നിറയെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വലിയ നിങ്ങൾക്ക് എൻ്റെ പീസ് കണ്ടാൽ മനസ്സിലാവും, അമ്മാതിരി വലിയ പീസാണ്. അത്രയ്ക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, കുറച്ച് അത്യാവശ്യം സ്പൈസിയും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ കൂടെ ചിക്കനില്ലാത്ത ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ പോകണൊക്കെ അപ്പോൾ കൈയൊക്കെ കഴുകി ഇറങ്ങി. പിന്നെ അവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ അതിനകത്തേക്ക് ഒരു ചോക്കോബാർ വേണമെന്ന് പറഞ്ഞു, ചോക്കോബാർ മേടിച്ചു, കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രയായി. പിന്നെ ഞങ്ങളുടെ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായി, ഞങ്ങൾ രാത്രി 11 മണിയായി. അപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ അനിയത്തി ഇവിടെ എന്താ പറയുക, ബോട്ടിൽ ഫ്ലിപ്പോ അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ, അത് കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നു. പിന്നെ അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ. അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ ആയിരിക്കുകയാണ്. രാവിലെ ഈ ബാൽക്കണി ഡോർമലൊക്കെ തണുപ്പുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക കാണുന്നില്ല പുറത്തോട്ടൊന്നും കേട്ടോ. അപ്പം കുറേ നേരം തണുപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് 10 മണിയൊക്കെ ആയാലാണ് എണീച്ചത് കേട്ടോ. അപ്പം പല്ലൊക്കെ തേച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ തന്നെ ഒരു ഏരിയ ഉണ്ട്, ബഫൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അങ്ങനെ അവിടെ കുറേ നേരം ചിലവഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവിടുന്ന് കൂടുതൽ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 11 മണി 12 മണി വരെ അവിടെ നിന്നതിന് ശേഷം റെഡി ആയതിന് ശേഷം ഞങ്ങൾ പിന്നെ പോന്നു കേട്ടോ, വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തൊരു ഇതുണ്ടായിരുന്നു, സംഭവം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതും കൂടി കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. അവിടെ വലിയൊരു ബ്രിഡ്ജ് ഉണ്ട്, പക്ഷേ അതിൻ്റെ എന്താ പറയുക, പൈസ കേട്ടപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് കൊണ്ടിട്ട് പോകും. എന്താ വെച്ചാൽ ഒരാൾക്ക് 300 രൂപയാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തലേന്ന് വന്ന അതേ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ചായ കുടിക്കുന്നത്, അവിടെ വന്ന് ഞങ്ങൾ ചിപ്സും പിന്നെ മുട്ടായും ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയാൽ പിന്നെ വയനാട് ചുരത്തിലെത്തിയാൽ ഞങ്ങൾ എന്താ പറയുക ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. അനിയത്തി ഒരു ഫലാഫലും ഞാനും ഒരു ഫലാഫലും മേടിച്ചിട്ടോ. എനിക്ക് പിന്നെ എവിടെ പോയാലും ഉപ്പിലിട്ട് കഴിക്കുന്നത് മസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാൻ കയറി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് കഴിച്ചതിന് പുറമെ ഇങ്ങനെ കഴിക്കാൻ, ഞാൻ കുറേ കഴിഞ്ഞിട്ടാട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് തോന്നുകയാണ്, നല്ലൊരു അടിപൊളി ഊണ് കഴിച്ചു. ഞങ്ങൾ വയനാട്ടിൽ പോയാൽ കഴിക്കുന്ന അതേ സ്ഥലത്താണ് ഞങ്ങൾ ഊണ് കഴിച്ചിട്ടുള്ളത്, നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ 2 പ്ലം കഴിച്ചു. അതിനുശേഷം പിന്നെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ നല്ല അടിപൊളി ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും റിസോർട്ടിൻ്റെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇനിയുള്ള വീഡിയോക്ക് എന്താ പറയുക, ക്ലിയറൊക്കെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ബൈ.